ഹലോ ഫ്രണ്ട്സ്, Vfamily ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. വെറും ചിക്കൻ കറിയല്ല, നല്ല വലമ്പൂർ സ്റ്റൈലിൽ വറുത്തരച്ച ചിക്കൻ കറി. വലമ്പൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ മഴൂർ പഞ്ചായത്തിലാണ് വലമ്പൂർ ഉള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ നാടും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ചിക്കൻ മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വലമ്പൂർ സ്റ്റൈലിൽ ചിക്കൻ കറിയിൽ നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്നില്ല. പകരം നമ്മളിവിടെ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന മസാല കൂട്ടുണ്ട്. അത് നമ്മൾ പൊടിച്ചാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് നമ്മൾ ചിക്കൻ മസാല ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ വലമ്പൂർ സ്റ്റൈലിൽ സ്പെഷ്യൽ ചിക്കൻ വറുത്തരച്ച് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ വലമ്പൂർ സ്റ്റൈൽ വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടിയത് വേണം, വെളിച്ചെണ്ണ വേണം, മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, പിന്നെ 2 വലിയ സവാള അരിഞ്ഞത്, പച്ചമുളക് ഒരെണ്ണം മതി തക്കാലം, പിന്നെ കറിവേപ്പില വേണം. ഇത് ഇത്രയും ചുവന്നുള്ളി വേണം. അതിനുശേഷം നമ്മളൊരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ വയ്ക്കുക. വെളിച്ചെണ്ണ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളൊരു ഏകദേശം ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇടുക. അതിനുശേഷം നമ്മൾ ചുവന്നുള്ളി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ കൂടെ ഇടുക. ചുവന്നുള്ളി അരിയേണ്ട കാര്യമില്ല, നമ്മൾ മിക്സിയിൽ അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇളക്കുക. ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഒരു ചെറിയ പകുതി ബ്രൗൺ ആകുന്ന സമയം കൊണ്ട് നമ്മൾ ആ കറിവേപ്പില കൂടി ഇട്ട് വെച്ച് ഇളക്കുക. നമുക്കിനി ചിക്കൻ്റെ മസാല റെഡിയാക്കാണ്ട് അതിനുവേണ്ടി വേറൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് നല്ല ചൂടാകുമ്പോൾ ഒരല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അല്പം കറിവേപ്പില കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പിലയുടെ സൗണ്ട് മാറി തീരുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മൾ അതിനകത്തേക്ക് ചെറുതായിട്ട് ഇടും. അതൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് ഇളക്കാനുണ്ട്. നല്ല രീതിയിൽ ഇളക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല രീതിയിൽ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറാൻ വെക്കണം. അതേസമയം നമ്മുടെ സവാള അടിപ്പിടിക്കാണ്ട് ഇളക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചൂടാറിയിരിക്കുന്ന തേങ്ങ, നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങേനകത്തേക്ക് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാല. ഞാൻ ആ പറഞ്ഞ സ്പെഷ്യൽ മസാല ഇതാണ്. അത് നമ്മൾ വറുത്ത് വെച്ചേക്കാണ്. വറുത്ത് പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ ഇട്ടതിന് നമ്മൾ ശേഷം മിക്സിയിലടിക്കുക. നമ്മുടെ വറുത്തരച്ച് തേങ്ങ ഏകദേശം ഈ പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാള ഏകദേശം റെഡി ആയിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും 2 സ്പൂണും മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂണും ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർക്കുക. നമ്മുടെ സ്പെഷ്യൽ മസാല ഇതിനകത്ത് 2 സ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതോടെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ കറിക്ക് നല്ല കളർ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് കാശ്മീരി ചില്ലി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒരു റെഡ് കളർ ഏകദേശം ഇതുപോലെ ഇരിക്കും. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ചിക്കൻ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഒരല്പം വെള്ളം കൂടി വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇത് വേവാൻ വെക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഈ പരുവായിട്ടുണ്ട്. നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചേക്കണ തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒരു 5 മിനിറ്റ് കൂടെ തിളപ്പിക്കുക. നമ്മുടെ ചിക്കൻ കറി ഇതേ പിന്നെയും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിളച്ച് കഴിഞ്ഞിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ചൂടാറാൻ വയ്ക്കാം. തിളച്ച വഴി ആരും എടുത്ത് തിന്നരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റ് അവിടെ ചൂടാറാൻ വെച്ചതിന് ശേഷം എടുത്ത് തിന്ന എൻ്റെ മോനെ എന്നാ സെറ്റപ്പ് ആയിരിക്കും എന്നറിയോ. നല്ല സൂപ്പർ വലമ്പൂർ സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഈ റെഡി ആയിരിക്കണേ. നല്ല ചോറും കൂട്ടി ഒരു പിടി പിടിച്ചാണല്ലോ, നല്ല സൂപ്പറായിരിക്കും. നല്ല അടിപൊളി ചിക്കൻ കറിയും ചോറും.
ചോറ് തിന്നു കഴിഞ്ഞപ്പോൾ ഒരു പൂതി പൊറോട്ടയും ചിക്കൻ കറിയും തിന്നെ. പോയി ഒരു 5-6 പൊറോട്ടയും മേടിച്ചു തന്നു, അതിൻ്റെ കൂടുതൽ തിന്നു. അടിപൊളി, അതും സൂപ്പർ. നമ്മുടെ വലമ്പൂർ സ്റ്റൈലിൽ ചിക്കൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.